വരണം കമ്മീഷണർ സാറേ. സാറെന്താ നോക്കുന്നത്? ബാത്റൂം ക്ലീനിങ്ങിന് വേറെ ആരെങ്കിലും വെച്ചായിരുന്നു സാറേ? അല്ല, ഞാൻ വേണമെങ്കിൽ. പ്ലീസ് മറന്നേക്ക് സാറേ. സാറെന്തോ ആളറിയാതെ എന്റെ ആൾക്കാരെ ഉപദ്രവിച്ചു. ആ ഒരു ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി. അതൊക്കെ പോട്ടെ, പൊളിറ്റിക്സിൽ ഇതൊക്കെ സാധാരണമല്ലേ. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള രൂപ അങ്ങോട്ട് വാങ്ങിയിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നേ. ഓക്കെ സാർ, സാറിന് കുറച്ചുകൂടി മട്ടൻ കൊടുക്കടാ. കൊടുക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്താ സാർ ഇത്? നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയി. ഇനി നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിക്കില്ലേ? അപ്പോ പണം കിട്ടിയ എന്ത് അപമാനമാണേലും നീ സഹിക്കും അല്ലേടാ, നാണം കെട്ടവനെ. എഴുന്നേക്കടാ സൂര്യനാരായണ, എഴുന്നേക്കടാ പട്ടി. നിന്നോട് കോംപ്രമൈസ് ചെയ്യാനല്ലടാ, അപമാനിക്കാനാ വിളിച്ചു വരുത്തിയത്. ഈ ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞാനിത് ചെയ്യുന്നത് ഇനി നീ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ അപമാനം ഓർത്ത് നീറി പുകയാൻ വേണ്ടിയാ. മാനം കെട്ടവനെ. എന്താടാ ഓടാ, കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാക്. പോലീസുകാരനെ നീ നോവിച്ചൊന്ന് ഓർത്തോ. ഓടാ, നിന്നെ പോലെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നീ ഇവിടുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പായുന്നത് ഞാൻ കാണിച്ചു തരാം. ഡേയ്, പിടിച്ച് പടിക്ക് പുറത്താക്ക്. വണ്ടി എടുക്കടാ. ഒരു 20 ലിറ്റർ ഡീസൽ അടിക്കും. ഞാൻ നേരം എണീക്കടാ പട്ടി, മാനം കെട്ടവൻ. ചേട്ടാ 2 ലിറ്റർ അടിച്ചേക്ക്. കത്തിക്കല്ലേ, അത് കത്തിക്കല്ലേ. എടോ തന്നോട് പറഞ്ഞേ, അത് കത്തിക്കല്ലേ. എടോ എനിക്ക് നല്ല കോമൺ സെൻസ് ഇല്ലേ? ഇത് പെട്രോൾ പമ്പല്ലേ? ഇവിടെയാണോ സിഗരറ്റ് വലിക്കുന്നത്? നിങ്ങൾ കാണൂ, എനിക്കതാ വിവരമില്ലേ? പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിക്കുന്നത് വിടാനാ പറഞ്ഞേ. സ്കൂൾ ബസ്സിൽ കുട്ടികളെ ഇത്ര ആൾക്കാരുണ്ട്. എന്തിലും നേരത്തെ പറയണ്ടേ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ. അവൻ ആരാണെങ്കിലും എനിക്ക് വേണം അവനെ. ഞാൻ അന്വേഷിക്കാം സാർ. പ്ലീസ് സാർ. പുതുതായി ചാർജെടുത്ത ACP രത്നൻ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് സിഗരറ്റ് വലിച്ചത് ഒരു യുവാവ് എതിർത്തതിനെ തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിന് കാരണമായി. അധികാര ഗർവോടുകൂടിയുള്ള ഈ നടപടിക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. അവൻ പോലീസോ? ഇങ്ങനെ വേര് തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയ എന്ത് ചെയ്യും? തൊട്ടടുത്ത് സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആ സമയത്ത് എവിടുന്നോ വന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ പോലീസാണെന്ന് പോലും നോക്കാതെ ഇടപെട്ടതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അവനാണ് സാറേ ആൺകുട്ടി. ഹലോ, ഞാൻ കമ്മീഷണറാ. സാർ. എന്താടോ ഈ കേൾക്കുന്നതൊക്കെ? സാർ, അത് അപ്പോഴത്തെ ടെൻഷൻ. വാട്ട് ഈസ് ദിസ് രത്നൻ? യു നോ, താൻ ചെയ്യുന്ന വൃത്തിയോടിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഞാനാ. തന്നെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് കംപ്ലൈന്റ് കിട്ടുന്നുണ്ട്. 24 മണിക്കൂറിനും എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? അവനാണ് സാർ ആൺകുട്ടി. സർ, ആ പമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയ പയ്യനില്ലേ, അവൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു സർ. അവൻ ആ സൂര്യനാരായണന്റെ മരുമകനാണ്. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കയ്യും കാലും നടുവും ഞാൻ തല്ലി ഓടിക്കാം. കയ്യും കാലും തല്ലി ഒടിച്ചതുകൊണ്ട് മാത്രമൊന്നും എന്റെ നെഞ്ചിലിരിക്കുന്ന പക അടങ്ങില്ലടോ. ഞാൻ ഇനി വെക്കാൻ പോകുന്ന ഒരൊറ്റക്കണിയിൽ ഈ സൂര്യനാരായണനും അവന്റെ മകളും മരുമകനും എല്ലാം ഒരേപോലെ വേണം പിടഞ്ഞു മരിക്കാൻ. ചേച്ചി വാ ചേച്ചി, നമുക്ക് ചെസ് കളിക്കാം. ടൈം ഇല്ലടാ, പണിക്ക് ബിരിയാണി വേണോന്ന് പറഞ്ഞു, അതുണ്ടാക്കാം. നമ്മുടെ ബണ്ണിയുടെ കാര്യം തന്നെയാണോ ചേച്ചി പറയുന്നത്? വളിച്ച പിസയെ തിന്നോട് നടന്നവനാ. ഇന്ന് വാടാ മാക്രി, വാടാ ഇവിടെ. എപ്പോഴും ചേച്ചിയുടെ ഒപ്പം കളിക്കും, ഞാനായ ശരിയാവില്ലേ? അതിന് നിനക്ക് ചെസ് എന്താന്നറിയോ? ചെസ് അറിയാവോന്നോ? വെക്കട മൂട്ടെ ബോർഡ്.
തോറ്റെങ്ങാനും പോയ നിന്റെ തലക്കിട്ടേം കിടക്കും പറഞ്ഞേക്കാം. നീ തോറ്റുപോയാ എനിക്ക് ഇഷ്ടമുള്ള അത്രയും തവണ നിന്നെ ഞാൻ വേലപ്പാ വേലപ്പാന്ന് വിളിക്കും. കളി ചെക്ക് ഇപ്പൊ എന്തോ ചെയ്യും? ഇത് പറ്റില്ല ചേച്ചിയാ കളിച്ചത്. ഇത് ശരിയല്ല. നീ എന്നോട് സംസാരിക്കും, ഞാനാ കളിക്കുന്നത്. ഈ കളി ക്യാൻസൽ. ഏയ് തന്നോടാണ് കളിക്കാൻ പറഞ്ഞേ? ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യ. അത് ക്യാൻസലായി. കളി കളി. ഇതെന്താ കുതിര ഇങ്ങനെ വെട്ടുന്നത്? അത് കുതിരയോട് എന്നെ ചോദിക്കും. നാണല്ലേടോ ചെറിയ പിള്ളേരെ ചീറ്റിയാ നോക്കുന്നോ? തോറ്റത് നീയാ. ഞാനാ ജയിച്ചത്. വേലപ്പ 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 വേലപ്പ. സോറി മാം. ക്ലാസ് എക്സ്റ്റെൻഡ് ആയാലോ? ഓക്കെ. ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോണം. മധു, യെസ് മാം. എന്ത് പറ്റി നിനക്ക്? മാം, അത് ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് ഓർത്തു പോയതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല, നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചാ. നോട്ടീസ് ബോർഡ് നോക്കിയില്ലേ നീ ഒരു സബ്ജക്റ്റിന് ഫെയിലാണ്. എന്താ ഷോക്കായോ നിനക്ക്? നീ പാസ്സായാലും ഫെയിൽ ആയാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിലല്ലേ. മധു, ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ വിന്നർ ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴോ ജസ്റ്റ് പാസ്. നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് സെമസ്റ്റർ. എത്ര കഷ്ടപ്പെട്ടാലും പാസ്സാകാൻ പ്രയാസമാണ്. നീ എക്സാമിൽ മാത്രം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യും. വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. 5 minutes ഡോക്ടർ. എന്റെ അച്ഛൻ ഇപ്പൊ വരും. പ്ലീസ്. ഇല്ല മോളെ, അയാൾ വരില്ല. എന്താന്ന് വെച്ചാ അയാൾ ഇതുവരെയായിട്ടും എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടേ ഇല്ല. മോളൊരു കാര്യം ഓർത്തു, ആണുങ്ങളുടെ തളവിലാകാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മളെന്നും ഭർത്താവിന്റെ അടിമയെ പോലെ കിടന്ന് അവരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. അമ്മ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചതാ. അതുകൊണ്ടാ നിന്റെ അച്ഛനോട് അമ്മ വഴക്കുണ്ടാക്കി നിന്നെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചത്. ഞാനിത് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമൊന്നും അമ്മയ്ക്കില്ല മോളെ. ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ മോള് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നിന്റെ പഠിത്തം പൂർത്തിയാക്കാതിരിക്കരുത്. ഡോക്ടർ ആവണം മോളെ. ആവല്ലേ? ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം.
മധു എത്തിയോ? ആളാകെ മൂഡ് ഓഫ് എന്തോ പ്രോബ്ലം ഉണ്ട്. ഓടാണ്, ഒരു പ്രോബ്ലം ഇല്ല, ഞാനിപ്പോ വിളിച്ചോണ്ടുവരാം. ഏയ് മധു, താനെന്താ ലേറ്റ് ആയത്? തനിക്ക് വേണ്ടി അവിടെ എല്ലാരും കാത്തിരിക്കാ. വാ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? താനല്ലേ പറഞ്ഞ വാസുവിന്റെ പേരിട്ട് ഇവിടെ ആക്കാമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഞാൻ കുറച്ച് ടയർഡാ. പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താ മധു, തനിക്ക് എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല. എന്ന് എഴുന്നേറ്റ് വാ, അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ. പറഞ്ഞ മനസ്സിലാവില്ലേ? വരുന്നില്ല എന്ന് എത്ര പ്രാവശ്യം പറയണം? അസുഖം വല്ലതാണോ? ആ, ചൂടുണ്ടല്ലോ. വാ, ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട. വാ മധു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ. വേണ്ട. താൻ ഇങ്ങനെ ആവശ്യമില്ലാതെ വാശി പിടിക്കാതെ വന്നേ. എന്റെ ധൈര്യത്തില്ല നീ എന്റെ കൈ കയറി പിടിച്ചത്. നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്നോട് ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഡൈവേഴ്സ് പേപ്പേഴ്സ് എവിടെ? ഒരു ഒപ്പിട്ടെന്ന് വിചാരിച്ച നീ എന്റെ ഭർത്താവാണെന്ന് വിചാരിച്ചോ? കുറച്ച് ഫ്രീഡം തന്നെന്ന് കരുതി വലിയ അവകാശം സ്ഥാപിക്കാൻ നോക്കണ്ട. ഇത്രയും നാളെ നിന്നോടൊപ്പം ഈ ഫ്ലാറ്റിൽ താമസിച്ചു പോയതാ ഞാൻ ചെയ്ത തെറ്റ്. മതിയാക്കാം. ഇനി മുതൽ നമ്മൾ രണ്ടാളും ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല. ഈ വീട്ടിൽ ഇനി നീ ഉണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല. ഞാൻ പോയേക്കാം. എന്നാ പൊയ്ക്കോ. നിന്റെ മുഖം പോലും ഇനി കണ്ടുപോകരുത്. ഇറങ്ങി പോവാൻ.